ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇനി വരാനുള്ള അതായത് ഇപ്പം 1 വീക്ക് എപ്പിസോഡ് പ്രമോ ആയിട്ടല്ല ഞാൻ പറയുന്നത്. ആ ഒരു നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ ഇനി അങ്ങോട്ടുള്ള കുറച്ച് ആ ഒരു സ്റ്റോറി ബേസ് ചെയ്ത് ഞാനൊന്ന് കുറച്ച് ഒരു അപ്കമ്മിങ് പോലെ ഇടുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കയറി കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ശനിയും ഞായറും നമ്മുടെ ഇവർ വിവാഹിതരായാൽ അല്ലെങ്കിൽ കാറ്റത്തെ കിളിക്കൂട് പ്രൊമോസ് ഒന്നും നമുക്ക് ഇല്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു സ്റ്റോറി ബേസ് ചെയ്തിട്ട് ഇനി വരാനുള്ള ആ ഒരു ഇതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ഭൂമിജ വളരെ സങ്കടപ്പെട്ട് എന്നുവെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. തൻ്റെ അമ്മയെ ഒന്ന് പുറത്തിറക്കാനായിട്ടുള്ള ഒരു തെളിവുകളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. ഭൂമിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തനിക്ക് സപ്പോർട്ടായിട്ട് ആരാ ഉള്ളത് അല്ലേ? അച്ഛനും അമ്മയും മാത്രമാണ് തൻ്റെ ഒരു ലോകമെന്ന് പറയുന്നത്. പക്ഷേ തൻ്റെ അമ്മയെ പുറത്തിറക്കാൻ തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ ഭൂമിജ തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ നോക്കി കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഭൂമിജ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അച്ഛാ, ഉറപ്പായും ഞാൻ എൻ്റെ അമ്മയെ പുറത്തിറക്കും എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ തന്നെ നമ്മുടെ ഭൂമി കടയിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ലക്ഷ്മിയേട്ടത്തി പറയുന്നുണ്ട്, മോള് വീട്ടിൽ തന്നെ ഇങ്ങനെ ചടഞ്ഞിരിക്കല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് കടയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. മോളും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഉഷാറായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഭൂമി പറഞ്ഞു, ഇല്ല ലക്ഷ്മിയേട്ടത്തി, എൻ്റെ അമ്മയെ പുറത്തിറക്കിയിട്ട് എനിക്ക് ഇനി ഒരു വിശ്രമമേ ഉള്ളൂ. ഞാൻ അതിലേക്ക് വേണ്ടുന്ന ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയ ആ കൊടും ക്രൂരത ചെയ്ത അയാളെ ഞാൻ എന്തായാലും ഈ സമൂഹത്തിൽ ഞാൻ കൊണ്ടുവരും. എൻ്റെ അമ്മയുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞിട്ട് ഭൂമി നേരെ അജയുടെ അടുത്തോട്ട് പോവുകയാണ്, പോലീസ് സ്റ്റേഷനിലോട്ട്. അങ്ങനെ അജയുടെ അടുത്ത് ചെല്ലുമ്പോൾ അജയ് പറയുന്നുണ്ട്, ഭൂമി നീ സങ്കടപ്പെടേണ്ട, നിൻ്റെ ഒപ്പം എന്തിനും ഏതിനും ഞാനും വല്യച്ഛനും ഉണ്ടാകും, അതായത് സത്യദാസും ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭൂമിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും പണ്ടത്തെ ആ ഒരു ഭൂമി ഇപ്പോൾ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മരിച്ച് മരവിച്ചൊരു ശരീരം പോലെയാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ എന്ന് പറയണത്. എന്നിട്ട് ഭൂമി പറയുന്നുണ്ട്, എൻ്റെ അമ്മയെ പുറത്തിറക്കാൻ പറ്റുമോ അജയ് സാറേ? അപ്പം നമ്മുടെ അജയ് പറയുന്നുണ്ട്, താൻ ഒന്നും പേടിക്കണ്ട, എന്തുകൊണ്ടും താൻ സമാധാനപ്പെട്ടാൽ മതി. തനിക്കറിയാം തൻ്റെ അമ്മയെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ആൽഫ്രഡും നമ്മുടെ ഒപ്പം ഉണ്ട്, അതുകൊണ്ട് താൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനൊക്കെ അജയ് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ആൽഫ്രഡ് അവിടെ വരുന്നുണ്ട്. ആൽഫ്രഡ് വരുമ്പോൾ ഭൂമിയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. താൻ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, തൻ്റെ അമ്മയെ പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇതിന്ന് കൊല കൊമ്പന്മാരെ നമ്മൾ കണ്ടയ്ക്കേണ്ടത്, അതുകൊണ്ട് താൻ ടെൻഷനേ ആവണ്ട. പിന്നെ സാധാ ക്ലയൻറ്റിൽ നിന്ന് ഞാൻ നല്ലൊരു ഫീസ് ഈടാക്കും, പക്ഷെ തൻ്റെ കാര്യത്തിൽ ഞാൻ 1 രൂപ പോലും മേടിക്കില്ല. കാരണം തൻ്റെ അമ്മയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് തനിക്കൊപ്പം അജയ്ക്കൊപ്പം ഞാനും ഉണ്ടാകും എന്നൊക്കെ പറയണേ. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഭൂമിക്ക് ഭയങ്കര സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ ആ സന്തോഷത്തോടു കൂടെ തന്നെ ഭൂമി അമ്മയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. അമ്മ സെല്ലിനകത്താണ്. അങ്ങനെ അംബികയുടെ അടുത്ത് ചെന്നിട്ട് അംബികയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇനി അമ്മ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മ എൻ്റെ ഒപ്പം വീട്ടിൽ വരും. അമ്മ സങ്കടപ്പെടേണ്ട കേട്ടോ, അമ്മ ഒട്ടും വിഷമിക്കരുത്. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞ അച്ഛൻ്റെ അടുത്ത് ഞാനാണ് അതിന് മറുപടി പറയേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ അംബിക പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് അംബിക വിഷമത്തോടുകൂടെ തന്നെ നമ്മുടെ ഭൂമിയോട് പറയും, എന്നാലും എൻ്റെ മോളെ, അച്ചുവേട്ടനോട് ആർക്കാണ് ഇത്രയേറെ വൈരാഗ്യം? എന്തിനാടി മോളെ നമ്മുടെ അച്ഛനെ ഇങ്ങനെ ക്രൂരമായിട്ട് കുത്തി കൊലപ്പെടുത്തി കൊന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അംബിക ഓരോന്നിങ്ങനെ എണ്ണിപ്പിറക്കി ഇങ്ങനെ സങ്കടപ്പെടാട്ടോ. അപ്പോഴേക്കും ഭൂമിയുടെ മനസ്സ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. എന്നിട്ടും ധൈര്യം എവിടെ നിന്നൊക്കെയോ സംഭരിച്ചിട്ട് ഭൂമി പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണ്ട, നമ്മുടെ അച്ഛനെ കൊലപ്പെടുത്തിയ ആ കൊലയാളിയെ ഈ ഭൂമി പുറത്തു കൊണ്ടുവരും. അതിനുവേണ്ടി എത്ര റിസ്ക് എടുക്കേണ്ടി വന്നിരുന്നാലും അമ്മ കണ്ടോ, ഞാൻ അമ്മയുടെ മുന്നിൽ കൊണ്ടുവരും ആ കൊലയാളിയെ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അവിടുന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടൊക്കെ പോവുകയാണ്. പക്ഷേ അംബികയ്ക്ക് എന്തെന്നില്ലാത്തൊരു സങ്കടമാണ്. കാരണം തൻ്റെ മോൾ ഇന്ന് വരെ ഞാനോ അച്ചുവേട്ടനോ ഇല്ലാണ്ട് അവൾ ഇന്ന് വരെ ഒരു രാത്രി പോലും കിടന്നിട്ടില്ല. ആ മോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട് അംബികയ്ക്ക് അത് ഓർത്തിട്ട്
പറ്റാത്തൊരു വിഷമമാണ് കേട്ടോ. തൻ്റെ മോൾ ഒറ്റയ്ക്കായി പോയല്ലോ, എന്താ അച്ചുവേട്ടാ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, എൻ്റെ അച്ചുവേട്ടൻ എൻ്റെ കൺവെട്ടത്തില്ലല്ലോ എന്നോർക്കുമ്പോൾ അംബികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് വെളിയിലിറങ്ങിയല്ല അച്ചുവേട്ടാ, ഞാൻ ആ വീട്ടിൽ അച്ചുവേട്ട ഇല്ലാത്ത വീട്ടിൽ ഞാൻ എങ്ങനെ കഴിയും എന്നൊക്കെ ഓർത്തിട്ട് അംബിക ഇങ്ങനെ മനസ്സിൽ കുറേയേറെ സങ്കടപ്പെട്ട് ഇങ്ങനെ ആവുകയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ അംബികയെ കോടതിയിലോട്ട് കൊണ്ടുപോകേണ്ട ദിവസം വരെയാണ്. അപ്പം എന്തായാലും കാര്യങ്ങളെല്ലാം അജയും നമ്മുടെ ആൽഫ്രഡും അതുപോലെ ഭൂമിയൊക്കെ കുഴപ്പമില്ല, അംബികയെ ജാമ്യത്തിലാണെങ്കിലും ഇറക്കാം എന്ന രീതിയിൽ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇരിക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ഭവാനി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് ഭവാനിക്ക് അവിടെ ഇരുന്നിട്ട് നമ്മുടെ സൗഭാഗ്യപുരത്ത് ഇരുന്നിട്ട് ഒരു സമാധാനവും ഇല്ല. കാരണം ഏതെങ്കിലും വിധേന അംബിക പുറത്തിറങ്ങിയാൽ, അംബിക മൊഴി കൊടുത്തിട്ടുണ്ട് മൂന്നാമതൊരാൾ ആ വീട്ടിലുണ്ടായിരുന്നുവെന്നും മുഖം മൂടി ധരിച്ച് ആ ഒരാളാണ് അച്യുതനെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് മൊഴി കൊടുത്തൊക്കെയാണ്. അപ്പോൾ എങ്ങാനും കറങ്ങിത്തിരിഞ്ഞ് കേസ് വേറൊരാളിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ കമാലിനെ പിടിച്ചാലോ, അഥവാ കമാലിനെ പിടിച്ചാൽ അത് എന്നിലോട്ട് തിരിയും. അതുകൊണ്ട് അംബികയെ തന്നെ ജയിലിൽ ഇടാനുള്ള എല്ലാ തെളിവുകളും കണ്ടുപിടിക്കണം. അതിന് വേണ്ടുന്ന ചില കെണികളൊക്കെ നമ്മുടെ ഭവാനി ഒരുക്കുകയാണ്. അങ്ങനെ ഭവാനി നമ്മുടെ അംബികയുടെ അച്യുതൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആ അയൽവക്കക്കാരെ കയ്യിലെടുത്ത് അവരെ കോടതിയിൽ കൊണ്ടുവരിപ്പിക്കുകയാണ് പൈസ കൊടുത്ത്. അതായത് അച്യുതനും അംബികയും തമ്മിൽ എന്നും വഴക്കാണെന്നും ആ വീട്ടിൽ കുടിച്ചുകൊണ്ട് വന്ന് തമ്മിൽ തല്ലും വഴക്കും, പക്ഷേ ഭൂമിക്ക് ഇതൊന്നും അറിയില്ല എന്നും അങ്ങനെ അംബിക സങ്കടപ്പെട്ട് ആ അയൽവക്കക്കാരിയായ ആ സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇയാളെ കാരണം നിവർത്തിയില്ല, ഇയാളൊന്നും മരിച്ചെങ്കിൽ മതിയായിരുന്നു എന്ന് വരെ കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ഇമോഷണലായിട്ട് കാര്യങ്ങൾ കോടതിയിൽ പറയണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് ഭവാനി ഒരു ചെറിയൊരു കെണി പോലെ വരുത്തുന്നതാണ്. കാരണം ഈ അംബികയ്ക്കെതിരെ എത്രത്തോളം എവിഡൻസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഭവാനിയുടെ മേലെ കുറ്റം ചുമത്താനുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇവർ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വരെയാണ്. ഒരു ഓട്ടോറിക്ഷ പിടിച്ചാണ് ഈ അയൽവക്കക്കാരിയായ ഭാര്യയും ഭർത്താവും കൂടെ വരുന്നത്. അപ്പം വന്ന് പോലീസ് സ്റ്റേഷനിൽ അജയ്യെ കാണാനായിട്ടാണ് ഇവർ പോകുന്നത്. കാരണം അന്നേ ദിവസം എന്തായാലും അംബികയെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസമാണ്. അപ്പോൾ എല്ലാ കരുക്കളും ഭവാനി കറക്റ്റ് ടൈമിൽ തന്നെ നീക്കുകയാണ്. അങ്ങനെ ഇവരെ ഓട്ടോയിൽ വിട്ടിട്ട് ആ ഓട്ടോക്കാരൻ പോകുമ്പോൾ ഓട്ടോക്കാരൻ നമ്മുടെ ഭൂമിയെ മൊബൈലിൽ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഭൂമി നമ്മുടെ വീടിൻ്റെ അടുത്ത് കിടക്കുന്ന ആ ഒരു ചേട്ടനും ചേച്ചിയില്ല, അവർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, എന്താണ് ഏതാണെന്നൊന്നും അറിയില്ല, പക്ഷെ ഒന്ന് നോക്കിയേരെന്ന് അയാൾ പറയുന്നുണ്ട്. ശരി ശരി. അപ്പം ഭൂമി ആരാ എന്താണെന്ന് പേര് പറഞ്ഞപ്പോൾ അയാൾ അതേന്ന് പറഞ്ഞിട്ട് ആൾക്കാരാരാണെന്ന് ഭൂമിക്ക് മനസ്സിലാവുകയാണ്. അപ്പം ഇവർ നേരെ വന്നിട്ട് നേരെ അജയ് സാറിനെ കാണണമെന്ന് പറഞ്ഞ് പോവുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട്, സാറേ ഞങ്ങൾ നമ്മുടെ അംബികയുടെ വീടിൻ്റെ അടുത്തുള്ള അയൽവക്കക്കാരാണ്, അപ്പോൾ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. അപ്പോൾ അജയ് ചോദിക്കുക, എന്താ പറഞ്ഞോളൂ എന്ന് പറയാം. അത് വേറൊന്നുമല്ല സാറേ, ഈ കേസിൽ ഈ അംബിക തന്നെയാണ് കുറ്റക്കാരി. അപ്പോൾ അജയ് ചോദിച്ചു, അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എൻ്റെ പൊന്ന് സാറേ, ഞങ്ങൾ തൊട്ട് അയൽവക്കത്ത് കിടക്കുന്ന ആൾക്കാരാണ്, പക്ഷേ അയാൾ അധികം സംസാരിക്കുന്നില്ല കേട്ടോ, ഈ സ്ത്രീയാണ് കൂടുതൽ സംസാരിക്കുന്നത്. എന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണം. അതായത് ഈ അംബിക അച്യുതന് എന്നും ഭയങ്കര വഴക്കാണ്, അച്യുതൻ കുടിച്ചുകൊണ്ട് വന്നിട്ട് എന്നും ഒച്ചപ്പാടും ബഹളവുമാണ്, എന്നിട്ട് അംബിക എടുത്തിട്ട് തല്ലും. അവസാനം അംബിക എൻ്റെ അടുത്ത് വരെ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, ഇയാളൊന്നും മരിച്ചെങ്കിൽ മതിയായിരുന്നു, സമാധാനം കിട്ടിയേനെ. പിന്നെ ആ പെങ്കൊച്ച് ഇതൊന്നും കാണുന്നില്ല സാറേ, കാരണം ആ പെങ്കൊച്ച് രാത്രി ആകുമ്പോഴല്ലേ കയറി വരണുള്ളൂ, അച്ഛൻ്റെ അമ്മയുടെ വഴക്കും മറ്റൊന്നും ആ കുട്ടി അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ അജയ് ഞെട്ടിത്തിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ളതാണോ, ഇവർ ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്നുള്ള രീതിയിൽ. അപ്പം അജയ് പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾ പറയുന്നത് സത്യമാണോ? ഞങ്ങൾ എന്തിനാ സാറേ കള്ളം പറയണത്? കാരണം വെച്ചാൽ ഈ ഒരു ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ട് അത് കണ്ടില്ല കേട്ടില്ല എന്നിരിക്കാൻ ഞങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞത്. ഇത് ഞങ്ങൾ എവിടെ വേണമെങ്കിലും പറയാം സാറേ എന്ന് പറയുന്നുണ്ട്. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. കാരണം അജയ്ക്ക് ഇപ്പം അംബികയെ മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അജയുടെ ആരും അല്ലല്ലോ. എങ്കിലും ഭൂമിയോടുള്ള ഒരു അനുകമ്പ കാരണമാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയും ഭൂമിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അജയ് പറയുന്നുണ്ട്, എന്തായാലും ഇന്ന് അംബികയെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് കോടതിയിൽ വന്ന് നിങ്ങൾ പറഞ്ഞോളൂ എന്ന് പറയണ്ട. ആ ശരി ആയിക്കോട്ടെ സാറേ എന്ന് പറയുന്നുണ്ട്. അജയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. ഇന്ന് അംബികയ്ക്ക് ജാമ്യം കിട്ടുവാൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി വെച്ചൊക്കെയായിരുന്നു ആൽഫ്രഡും
അജയും അതുപോലെ ഭൂമിയും കൂടെ ചേർന്നിട്ട്. പക്ഷേ ഇവരെങ്ങാനും കോടതിയിൽ വന്ന് ഇത് പറയുകയാണെങ്കിൽ ഇവരുടെ മൊഴി എന്തായാലും തീരുമാനമാവും എന്നുള്ളത് ഉറപ്പാണ്. കാരണം അംബികയ്ക്ക് എന്തായാലും ജാമ്യം കിട്ടില്ല. കാര്യം ഇവരിങ്ങനെ പറഞ്ഞാൽ കോടതി അത് വിലയിരുത്തുകയും അംബികയ്ക്കെതിരെ തെളിവായിട്ട് അത് വെക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ കോടതിയിലോട്ട് ഇവർ പോവുകയാണ്. ഈ സമയം അജയ് ഭൂമിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആൽഫ്രഡിനോടും കാര്യം പറയുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഇങ്ങനെ 2 സാക്ഷികൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, അവരുടെ അയൽവക്കക്കാരാണ് എന്നാണ് പറയുന്നത്. ആൽഫ്രഡ് മിക്കവാറും നമ്മുടെ പണി പാളും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ നമ്മുടെ അജയ്ക്കും വരെയാണ്. അപ്പോൾ ആൽഫ്രഡ് പറഞ്ഞു, ഓ ഈ അവസാന നിമിഷത്തിൽ ഇതൊക്കെ എവിടെ നിന്ന് കയറി വന്നു എന്ന രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അംബികയെ കോടതിയിലോട്ട് കൊണ്ടുപോവുകയാണ്. ഭൂമിക്ക് ആകെ ടെൻഷന്. അപ്പം ഭൂമി ഇവരെ കാണുന്നുണ്ട്. ആരെ? ഈ അയൽവക്കക്കാരായ ഭാര്യയും ഭർത്താവിനെയും കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഓഹോ നിങ്ങളാണല്ലേ, ആയിക്കോട്ടെ, എൻ്റെ അമ്മയ്ക്കെതിരായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ മൊഴി കൊടുക്കാൻ പറ്റും നിങ്ങൾ കൊടുത്തോ, കുഴപ്പമില്ല. പക്ഷെ മനസാക്ഷി എന്നുള്ളതുണ്ട്, അത് നിങ്ങൾ ഓർത്തോണം. നിങ്ങളുടെ നുണയും കുന്നായ്മയും കേൾക്കാൻ ഞാനോ അച്ഛനോ അമ്മയോ നിങ്ങളെ കൂടെ നിൽക്കാറില്ല. അതിൻ്റെ ദേഷ്യത്തിനല്ലേ നിങ്ങൾ ഈ ഒരു അവസരം മുതലാക്കിയത്. അപ്പോഴേക്കും ആ അയൽവക്കക്കാർ പറയാം, അതേടി നിനക്ക് എന്താ ചെയ്യാൻ പറ്റണേ, ഞങ്ങൾക്ക് അസൂയ മൂത്തിട്ട് തന്നെ എന്ന് പറയും കേട്ടോ. ഒന്നുമില്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങളും ചെയ്തോ, പക്ഷേ ഞാൻ നിങ്ങളെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ടെന്ന് ഭൂമി വെല്ലുവിളിക്കുന്നുണ്ട്. ആയിക്കോട്ടെടി എന്ന് അവരും പറയണം. അങ്ങനെ എല്ലാവരും കോടതിയിലോട്ട് പോവുകയാണ്. നമ്മുടെ അംബികയെ ജീപ്പിൽ കയറ്റി കോടതി കൊണ്ടുപോകണം. ആൽഫ്രഡിന് പ്രതീക്ഷകളൊക്കെ പോവുകയാണ്. കാരണം എന്താകുമെന്ന് അറിയില്ല. അജയ്ക്ക് ഭയങ്കര ടെൻഷനുമാണ്, എന്ത് ചെയ്യും, ഇനിയിപ്പോൾ അംബികയ്ക്ക് ജാമ്യം കിട്ടുമോ എന്നുള്ളത്. അങ്ങനെ കോടതിയിൽ വാദിക്കുന്നുണ്ട്. ആൽഫ്രഡ് ഒരു വശത്ത് അംബികയ്ക്ക് വേണ്ടിയും മറ്റ് പ്രതിഭാഗം വക്കീൽ അല്ലാണ്ട് വാദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആൽഫ്രഡ് വാദിക്കുമ്പോൾ അംബിക അച്യുതനും നല്ല ഭാര്യ ഭർത്താക്കന്മാരാണെന്നും ഒരു വഴക്കോ ഇതോ ഇന്ന് വരെ ആരും കണ്ടിട്ടുമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആൽഫ്രഡ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ മറ്റ് പ്രതിഭാഗം വക്കീൽ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, നമ്മളറിയാത്തൊരു ഇത് ഇവരുടെ ഇടയിലുണ്ട്, ഇവർ തമ്മിൽ എന്നും വഴക്കാണ്, വെള്ളം അടിച്ചിട്ട് വന്നിട്ട് അച്യുതനുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്, അച്യുതൻ അംബികയായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യം പറയണം. അതിൻ്റെ സാക്ഷികളുണ്ടെന്നും പറഞ്ഞിട്ട് ആ അയൽവക്കക്കാരായ സാക്ഷികളെ വിളിച്ച് വരുത്തി കോടതിയിൽ അവരോട് മൊഴിയെടുക്കുന്നുണ്ട്. അപ്പം എല്ലാം കൊണ്ടും വക്കീലിന് എന്നല്ല നമ്മുടെ ജഡ്ജിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ആരാണ് നമ്മുടെ അംബിക തെറ്റുകാരിയാണെന്ന്. കാരണം എല്ലാ തെളിവുകളും അംബികയ്ക്കെതിരാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അങ്ങനെ കോടതി ആലോചിക്കണം എന്ത് തീരുമാനം എടുക്കുക. അപ്പോൾ ആൽഫ്രഡ് പറയുന്നുണ്ട്, സാറേ ഈ പറയുന്നതൊന്നും അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്. എൻ്റെ കക്ഷി അങ്ങനെ ഇന്ന് വരെ മോശമായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് സംസാരിക്കുന്ന നേരിട്ട് ഒരു വ്യക്തികൾ പോലും കണ്ടിട്ടില്ല. പിന്നെ എന്തിനെൻ്റെ കക്ഷി ഈ സ്വന്തം ഭർത്താവിനെ കൊല്ലണം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ മൂന്നാമതൊരാളായിട്ട് ഒരാൾ ആ വീട്ടിൽ അന്നേരം ഉണ്ടായിരുന്നു എന്നും ആ ആളാണ് നമ്മുടെ അച്യുതനെ കൊലപ്പെടുത്തിയെന്നൊക്കെ ആൽഫ്രഡ് വാദിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടുപിടിക്കുന്നവരെയും നമ്മുടെ ഈ അതായത് പ്രതിക്കൂട്ടി നിൽക്കുന്ന നമ്മുടെ അംബികയ്ക്ക് അവരുടെ മനസ്സിനെ, അതായത് അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ കണക്കിലെടുത്തുകൊണ്ടെങ്കിലും അവർക്ക് ജാമ്യം നൽകണമെന്ന് ആൽഫ്രഡ് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂമിക്ക് മനസ്സിലായി തൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല എന്ന്. അജയ്ക്കും ഉറപ്പാണ്, കാരണം കിട്ടില്ല എന്നുള്ളത്. കാരണം നേരിട്ട് സാക്ഷികൾ വന്നാണ് കോടതിയിൽ അംബികയ്ക്കെതിരെ മൊഴി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടുതലൊരു തെളിവ് വേറെ വേണ്ടല്ലോ. അങ്ങനെ കേസ് അവസാനം ജഡ്ജി വിധിക്കുന്നത് അംബികയ്ക്ക് ഒരിക്കലും ജാമ്യം കൊടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരാണ് പ്രതിയെങ്കിൽ കേസിന് അത് ദോഷം ചെയ്യും എന്ന രീതിയിൽ ജാമ്യം കൊടുക്കുന്നില്ല. ഇത് കേൾക്കുന്ന ഭൂമി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ദൂരോട്ട് പോയി പൊട്ടിക്കരയാൻ കേട്ടോ. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവസാനം ആൽഫ്രഡ് അജയുടെ അടുത്ത് വന്നിട്ട് പറയും, സോറിടാ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നെ കൊണ്ട് മാക്സിമം ഞാൻ ചെയ്തു. അത് സാരമില്ല, നീ നിൻ്റെ നല്ല രീതിയിൽ തന്നെ നീ പ്രസൻറ്റ് ചെയ്തു, സാരമില്ല എന്ന് പറഞ്ഞിട്ട് അംബിക കരഞ്ഞുകൊണ്ട് ജീപ്പിൽ കയറി പോവുകയാണ് കേട്ടോ. ഭൂമിക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റാണ്ട് ഭൂമി മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ അംബികയെ കൊണ്ടുപോയതിന് ശേഷം നമ്മുടെ ആൽഫ്രഡും അജയും നിൽക്കുന്നിടത്തോട്ട് ഭൂമി വന്നിട്ട്, സാരമില്ല, സാറ് നല്ല രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്തു, പക്ഷേ എൻ്റെ അമ്മയുടെ വിധി, അമ്മയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്, സാരമില്ല സാറേ എന്ന് പറഞ്ഞിട്ട് ഭൂമി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഒരു കാര്യം ഭൂമി അജയോടും ആൽഫ്രഡിനോടും പറയുന്നുണ്ട്, ഈ കൊലയാളിയെ ഞാൻ കൊണ്ടുവരും സാറേ, ഞാൻ ഈ കോടതിക്ക് മുന്നിൽ ഞാൻ കൊണ്ടുവരും, എൻ്റെ അമ്മയുടെ നിരപരാധിത്വം ഞാൻ തെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി സങ്കടപ്പെട്ടുകൊണ്ട് പോവുകയാണ്. നമ്മുടെ അജയ്ക്കും ആൽഫ്രഡിനും വല്ലാത്തൊരു വിഷമം തോന്നുന്നു. കാരണം ഭൂമിയുടെ ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥ അത് എത്ര പറഞ്ഞാലും അത് ആർക്കും മനസ്സിലാവില്ല. കാരണം ആ കുട്ടി ഒറ്റയ്ക്ക് ഇതെല്ലാം തരണം ചെയ്യണം. ഒരു വശത്ത് അച്ഛൻ നഷ്ടപ്പെട്ടു, തൻ്റെ അമ്മ ജയിലിൽ
ജയിലിനകത്ത്. അങ്ങനെ നമ്മുടെ അംബികയെ ജയിലിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടോ. അങ്ങനെ ഭൂമി അന്നേ ദിവസം വളരെ ഇരുന്ന് ആലോചിക്കുകയാണ്, എൻ്റെ അച്ഛൻ്റെ കൊലയാളിയെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, ഞാൻ അതിനായിട്ട് എന്താ എനിക്ക് തെളിവായിട്ട് കിട്ടുക, എൻ്റെ അമ്മയെ പുറത്തിറക്കണമെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്യണം. അങ്ങനെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഭൂമി മുറ്റം എന്തോ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭൂമി ഇതിന് മുന്നേ തന്നെ അച്ഛൻ്റെ മൊബൈൽ അമ്മയുടെ അടുത്തും മറ്റുമൊക്കെ ആയിട്ട് തിരക്കിയായിരുന്നു. പക്ഷേ ആ ഫോൺ ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ മുറ്റം അടിക്കുന്ന സമയത്ത് ആ അച്ഛൻ്റെ കാറിൻ്റെ അരികിലുള്ള ജനലിൻ്റെ അവിടെയായിട്ട് മണ്ണൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് തൻ്റെ അച്ഛൻ്റെ മൊബൈൽ അവിടെ കിടക്കുകയാണ്. ഭൂമി പെട്ടെന്ന് തന്നെ ആ മൊബൈൽ എടുക്കുകയാണ്. അത് മൊത്തം സ്വിച്ച് ഓഫൊക്കെ ആയി, വെള്ളമൊക്കെ നനഞ്ഞിട്ട് ചെളിയൊക്കെ ആയിട്ട് ആകെ കേട് പറ്റിയ പോലെ ഇരിക്കണം കേട്ടോ. ഭൂമി എങ്കിലും അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഈ മൊബൈൽ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്തിട്ട് ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കണമല്ലോ. അങ്ങനെ ഭൂമി അത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് നോക്കിയാണ്. അപ്പോൾ ഈ സമയത്ത് ഭൂമിയുടെ കയ്യിൽ കാശ് കുറവാണ്. ഇനിയിപ്പോൾ എന്തായാലും കേസും മറ്റുമൊക്കെ ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും കോടതിയിലും മറ്റുമൊക്കെ ആയിട്ട് നല്ല പൈസ ചിലവുണ്ട്. അങ്ങനെ ഭൂമി കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ അലമാരിയൊക്കെ നോക്കുന്ന സമയത്ത് ഭൂമിക്ക് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ സൗഭാഗ്യപുരത്തെ മുത്തശ്ശി പണ്ട് ഇട്ട് കൊടുത്ത ആ മാല, ഭൂമിക്ക് അറിയില്ലത്, ആ മാല അച്യുതൻ അന്ന് ഊരി വെച്ചായിരുന്നല്ലോ, ആ മാല കിട്ടുകയാണ്. അപ്പോൾ ആ മാല കൊണ്ട് പണയം വിൽക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് പൈസ കുറച്ച് കയ്യിൽ പിടിക്കണം എന്ന രീതിയിൽ ഭൂമി ഇരിക്കുകയാണ്. അങ്ങനെ ഭൂമി ആ മാല എടുത്തുകൊണ്ട് പോയി ഒരു ബാങ്കിൽ പണയം വെക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആ ബാങ്കിൽ എന്തോ ആവശ്യമായിട്ട് നമ്മുടെ അജയ് വരുന്നുണ്ട്. അപ്പോൾ അജയ് നോക്കുമ്പോൾ ഭൂമി ഇവിടെ നിൽക്കുന്നുണ്ട്. എടോ താൻ എന്താ ഇവിടെ? ഇല്ല സാർ, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനൊരു ഗോൾഡ് പണയം വെക്കാൻ വേണ്ടി വന്ന. തനിക്ക് പൈസ വേണമെങ്കിൽ തനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ, താൻ എന്നെ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാം. അതൊന്നുമില്ല, ഞാൻ ജസ്റ്റ് കുഴപ്പമില്ല സാറേ, ഇത് എൻ്റെ ഒരു മാലയുണ്ട്, അപ്പോൾ അത് ഞാൻ പണയം വെക്കാൻ. എടോ അതിന് കുഴപ്പമില്ല, ഞാൻ പൈസ തന്ന താൻ കിട്ടുമ്പോൾ തന്നാൽ മതി. അപ്പം ഭൂമി പറഞ്ഞു അത് വേണ്ട സാർ, എന്നാൽ ഒരു കാര്യം ചെയ്യും, തൻ്റെ ഇരിക്കുന്ന ആ മാല ഇങ്ങ് തന്നേക്ക്, അത് വെച്ചിട്ട് തനിക്ക് പൈസ മേടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, തനിക്ക് എത്ര രൂപ വേണ്ടത്? അവസാനം ഭൂമി ഒരു രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അജയോട് പറഞ്ഞു, അതെ എനിക്കൊരു 50,000 രൂപയുടെ ആവശ്യം ഉണ്ടെന്ന് പറയാം. അങ്ങനെ അജയ് അത് അപ്പം തന്നെ ഭൂമിയുടെ ആ നമ്പറിലോട്ട് ഗൂഗിൾ പേ ഇട്ട് കൊടുത്തിട്ട് ആ മാല മേടിച്ച് അജയുടെ പോക്കറ്റിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അജയ് പിന്നെ വൈകിട്ട് ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ അജയ് ആ മാല തുറന്നു നോക്കാനൊന്നും നിൽക്കുന്നില്ല, നേരെ ഷെൽഫിലോട്ട് എടുത്ത് അങ്ങ് വെക്കുകയാണ്. ആ സമയം ഭൂമി ഈ മൊബൈൽ കൊണ്ടുവന്ന് കൊടുക്കുകയും അത് ശരിയാക്കി കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് ചാർജൊക്കെ ഇട്ട് അത് ഓണാക്കി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓണാക്കി നോക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ആ മുഖവും അമ്മയായിട്ടുള്ള കുറച്ച് വീഡിയോസ്, തൻ്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ട് ഭൂമിയുടെ കണ്ണങ്ങ് നിറയണം, തൻ്റെ നെഞ്ച് പൊട്ടും പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഭൂമിക്ക്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഭൂമി അപ്രതീക്ഷിതമായിട്ട് ഒരു വീഡിയോ കാണുകയാണ്. അതായത് തൻ്റെ അച്ഛനും അമ്മയും അഭിനയിച്ച ഏതോ ഒരു നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞൊരു വീഡിയോ അവർ ഈ മൊബൈലിൽ ഇങ്ങനെ എവിടെയോ വെച്ചിട്ട്, മൊബൈൽ എവിടെയോ ചാരി വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭൂമി ഷൂട്ട് ചെയ്ത ആ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ അംബിക ഇങ്ങനെ ദേഷ്യപ്പെടുന്നതും, കാരണം ആ ഡയലോഗ് കുറേ പ്രാവശ്യം ഭൂമി കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭൂമിക്കറിയാം ഇത് ശീലാവതി നാടകത്തിൽ അമ്മ എപ്പോഴും പറയുന്ന ആ ഒരു അച്ഛനും പറയുന്ന ഒരു നാടകമാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുഖം മൂടിയിട്ട് ഒരാൾ കടന്നു വരികയാണ്. അയാൾ വരെയും ഭൂമി ഇതാരാ ഇങ്ങനെ, ഭൂമിക്ക് മനസ്സിലാവണില്ല. ആ വീഡിയോയുടെ ഇടയിൽ അതൊക്കെ ആ മൊബൈലിൽ വന്നിട്ടുണ്ട്, ആ വീഡിയോയ്ക്കകത്ത് വരികയാണ്. അങ്ങനെ അയാൾ വരികയും അംബികയെ പിടിച്ച് തള്ളി മാറ്റുന്നു. അംബിക വീണ്ടും അയാളെ കയറി പിടിക്കുന്നു, അച്യുതൻ തള്ളുന്നുണ്ട്. അവസാനം അച്യുതനെ ഇങ്ങനെ കഴുത്തിന് ചേർത്ത് പിടിച്ചിട്ട് സൈഡിൽ കൂടെ അച്യുതൻ്റെ ശരീരത്ത് കത്തി 2 പ്രാവശ്യം കുത്തി ഇറക്കുകയാണ്. ഇത് കാണുന്ന ഭൂമി ഞെട്ടിത്തെറിക്കണം. ആ മൊബൈലെടുത്ത് കട്ടിലോട്ട് അങ്ങ് എറിയണ്. ഭൂമി ഭയന്ന് അന്താളിച്ച് പോവുകയാണ്. തൻ്റെ അച്ഛനെ കൊന്ന ആ കൊലയാളി ഇയാളാണോ? പക്ഷെ മുഖമോ ഒന്നും വ്യക്തമാവുന്നില്ല. ഭൂമിക്ക് ആകെ ഒരു മരവിപ്പ് മാത്രം. കാരണം അമ്മ പറഞ്ഞ മൊഴി കറക്റ്റാണ്. അന്ന് അച്ഛനും അമ്മയും കൂടാണ്ട് മറ്റൊരു വ്യക്തി കൂടെ ആ വീട്ടിനകത്ത് ആ മുറിയിലുണ്ടായിരുന്നു. അയാളാണ് എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത്. അതിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ഭൂമി ഇന്നിപ്പോൾ കണ്ണി കണ്ടത്. ഭൂമിക്ക് എന്തെന്നില്ലാത്തൊരു പേടിയും ഭയവും മരവിപ്പും ഒക്കെ ആയി പോവാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇന്നിപ്പം അപ്കമ്മിങ്ങിൻ്റെ ഇത്രയും പറഞ്ഞു നിർത്തുകയാണ്. ബാക്കി വിശേഷം നാളത്തെ അപ്കമ്മിങ് വിശേഷത്തിലോട്ട് ഇടാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ അപ്കമ്മിങ് വിശേഷം ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യണം. അതിൻ്റെ കുറച്ച് ഭാഗം നാളത്തേക്കാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.